ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 4 റിയാക്ഷൻസ് റൂളിനെ പറ്റിയാണ്. 4R റൂൾസ് ഫോർ ഷോർട്ട്. ഓക്കെ, കൂടുതലായിട്ട് ഇത് പറയുന്നത് നമ്മൾ ഓരോ സോൺ വരയ്ക്കുമ്പോൾ ആ സോണിൽ നടക്കാവുന്ന കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് 4 കാര്യങ്ങളാണ് ആ സോണിൽ നടക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ആ സോണുകൾ നടക്കുന്നത് സപ്ലൈ ആയിക്കോട്ടെ, ഡിമാൻഡ് സോണുകൾ ആയിക്കോട്ടെ, ഏത് ടൈം ഫ്രെയിമും ആയിക്കോട്ടെ. ഓക്കെ, ആദ്യം നടക്കാൻ കഴിയുന്ന കാര്യം ബ്രേക്ക് ദ സോൺ. ഓക്കെ, സോണിനെ ബ്രേക്ക് ചെയ്യുക. രണ്ടാമത് നടക്കാൻ സാധ്യതയുള്ള കാര്യം റിയാക്ട് ദെൻ ബ്രേക്ക്. റിയാക്ട് ചെയ്യുക സോണിൽ ആദ്യം, പിന്നെ ബ്രേക്ക് ചെയ്യുക. മൂന്നാമത് എന്താ നടക്കാം? ഹോൾഡ് ദ സോൺ കണ്ടിന്യൂഷൻ. ഓക്കെ, നാലാമത് നടക്കാൻ കഴിയുന്ന റിയാക്ഷൻ സ്വീപ്പ് ദെൻ ഹോൾഡ് ദ സോൺ. ഓക്കെ, സോ ഇതിനൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മളൊന്ന് സംസാരിക്കും. പിന്നെ നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ടിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിളിന്റെ കാര്യം നമുക്ക് ഇപ്പം തന്നെ നോക്കാം അല്ലേ. ബ്രേക്ക് ദ സോൺ, ചേഞ്ച് ഇൻ കൺട്രോൾ. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ചാർട്ടിൽ ഞാനൊരു സ്കീമാറ്റിക് വരച്ചത് നിങ്ങൾക്ക് കാണാം. ബ്രേക്ക് ദ സോൺ, ചേഞ്ച് ഇൻ കൺട്രോൾ. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സപ്ലൈ കൺട്രോളിലായിരുന്നു അല്ലേ. സപ്ലൈ സോൺ ആയിരുന്നു കൺട്രോളിൽ. താഴെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? നമ്മളിവിടെ ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തതായിട്ടാണ് സ്കീമാറ്റിക് കാണിക്കുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ബ്രേക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇമാജിൻ എ ബോഡി ക്ലോസ് ബിലോ സോൺ. സോ എന്ത് കാണണം? നമുക്കൊരു സപ്ലൈ ഡിമാൻഡ് സോൺ ബ്രേക്ക് ആവണമെന്ന് ഉണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നമുക്ക് ബോഡി ബ്രേക്കുകൾ തന്നെ വേണം സോണുകളിൽ അല്ലേ. സോ ഈ ഡിമാൻഡ് സോണിന് താഴെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റി? സപ്ലൈ സോൺ കൺട്രോളിൽ വന്നു. ഓക്കെ, സെയിം സിനാരിയോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിക്ക് ചിന്തിച്ചാലും, ആദ്യം ഡിമാൻഡ് ഇവിടെ കൺട്രോളിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിലൊരു സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സപ്ലൈ സോണിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. ഡിമാൻഡ് എന്ത് ചെയ്തു? സപ്ലൈ സോണിന് ഫെയിൽ ചെയ്തു. എങ്ങനെ ഫെയിൽ ചെയ്തു? ബോഡി ക്ലോസ്. ഓക്കെ, ഇമാജിൻ ചെയ്യുക ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ബോഡി ക്ലോസ് ഉണ്ടെന്നുള്ള കാര്യം. ഓൾറൈറ്റ്, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബ്രേക്ക് ദ സോൺ എന്നുള്ള കാര്യം സംഭവിക്കുക. ഓക്കെ, സോ ഇതാണ് ആദ്യം നടക്കാൻ സാധ്യതയുള്ള ഒരു ഒരു ക്രൈറ്റീരിയ ഒരു സോണിൽ. ഓക്കെ, സോ നമ്മളിപ്പോൾ ചാർട്ടിൽ പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ലെറ്റ്സ് ടേക്ക് ദിസ് സോൺ. ഓക്കെ, നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണെങ്കിൽ, നമ്മുടെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിവിടെ ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ ഉണ്ട്. ലെറ്റ്സ് സേ സപ്ലൈ സോൺ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്തു? അവിടെ വന്നിട്ടുണ്ടേ പ്രൈസ് നേരെ വന്നു ഒരു ക്യാൻഡിൽ ബോഡി ക്ലോസ് ചെയ്തു അല്ലേ. അതായത് സപ്ലൈ സോണിന് മുകളിൽ ക്യാൻഡിലിന്റെ ബോഡി ക്ലോസ് ചെയ്തു. അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സപ്ലൈയുടെ കൺട്രോൾ പോയി. ഓബിയസ്ലി സപ്ലൈയുടെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ ആരായിരിക്കും കൺട്രോളിൽ വരാൻ പോകുന്നത്? ഡിമാൻഡ് ആയിരിക്കും കൺട്രോളിൽ വരാൻ കഴിയുന്നത് അല്ലേ. ഓബിയസ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സോൺ ഇവിടെ കൺട്രോൾ എടുത്തു തുടങ്ങി. ഓക്കെ, ലെറ്റ്സ് സേ കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ എന്താണ് സംഭവിച്ചത്? സപ്ലൈയുടെ കൺട്രോളിൽ നിന്ന് ഡിമാൻഡിലോട്ട് കൺട്രോൾ മാറി. എങ്ങനെ സംഭവിച്ചു? ആ സപ്ലൈ സോണിന് മുകളിൽ ക്യാൻഡിൽ ബോഡി ക്ലോസ് ആയപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്ത് കിട്ടി? ഡിമാൻഡ് സോൺ കിട്ടി, വിച്ച് ഈസ് ഇൻ കൺട്രോൾ. ഓക്കെ, സോ ഇതാണ് ചേഞ്ച് ഇൻ കൺട്രോൾ എന്നുള്ള കാര്യത്തിന്റെ എക്സാമ്പിൾ. ഓക്കെ, നിങ്ങളത് ചാർട്ടിൽ പോയി സെർച്ച് ചെയ്യാൻ നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും അടുത്ത റൂളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം.